ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ 5:20 എണീറ്റ് എന്നിട്ട് ചായ ഉണ്ടാക്കലാന്ന്. നല്ല പാൽ ചായ, ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും ഉമ്മാക്കൊക്കെ പാൽ ചായയും ഉപ്പാക്ക് കട്ടൻ ചായയാണ് വേണ്ടത്. അങ്ങനെ ഉപ്പാക്ക് കട്ടൻ ചായയും നമുക്ക് നല്ല അടിച്ച പാൽ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലോണം പാട്ടയിൽ അടിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോഴാണ് നല്ല ചായ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിച്ച ചായ ആവും. അല്ലെങ്കിൽ സാധാരണ ഒന്ന് അരിച്ചിട്ടെടുത്താൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ലോണം അടിച്ചിട്ട് ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചിട്ടാകുമ്പോൾ നല്ല ചായ കിട്ടുന്നതാണ്. പിന്നെ ചായൻ്റെ കൂടെ രാവിലെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമായിട്ട് കഴിക്കും. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിന്, അപ്പോൾ അതാണ് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ മൂന്നാളും പാൽ ചായ ഉപ്പക്കട്ടൻ ചായയിലൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ സുബഹി നിസ്കാരമാണ്. അപ്പോൾ സുബഹി നിസ്കാരത്തിനായിട്ട് ഞാനങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഉറങ്ങും. പിന്നെ ഒരു 8 മണിയാകുമ്പോഴേക്കാണ് എണീച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മളെ ടേബിളൊക്കെ ഒന്ന് നല്ലോണം നീറ്റാക്കി വെച്ചു, അടിച്ചു വാരി ഉള്ളൊക്കെ. പിന്നെ നേരെ എന്താ പറയുക, ബാൽക്കണിയിൽ കുറച്ച് സമയം പോയിട്ട് ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല നല്ല കാലാവസ്ഥയാണ്. ഒരു മഴയല്ല വെയിലും അല്ലാത്തൊരു നല്ലൊരു കാലാവസ്ഥ. നല്ല തണുപ്പും ഉണ്ടായിന്. ഇവിടെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. നല്ലൊരു രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഇരിക്കും. എന്നിട്ടാണ് പിന്നെ ബാക്കി പണിയെല്ലാം ചെയ്യുക. ഇന്ന് മൈദയും ഗോതമ്പ് വെച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ. അപ്പോൾ ഈസി റെസിപ്പി അല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പും 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത്, സാധാരണ വെള്ളവും ചേർത്തിട്ട് നല്ലോണം കലക്കിയെടുക്കുക. അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇളക്കുന്നത് കൊണ്ടാണ് കുറച്ച് മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇളക്കിയിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദോശ ഉണ്ടാക്കലാന്ന്. സാധാരണ സിമ്പിൾ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ചിലവരൊക്കെ രാവിലെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നേരെ പോകുന്നത് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്, മുറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉമ്മ മാത്രമല്ല ഉണ്ടാവുള്ളൂ. ഉമ്മയും നമ്മളെല്ലാം മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെയാണ് നിൽക്കൽ. കണ്ണൂർക്കാരായ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ വീട്ടിൽ തന്നെ അധികം ഉണ്ടാകുക. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതേപോലെ വെക്കേഷൻ അങ്ങനെയുള്ള സമയത്താണ് വരിക. അപ്പോൾ കുറേ കാട്ടങ്ങളുണ്ടായിന്. അപ്പോൾ അങ്ങനെല്ലാം കൂട്ടി വെച്ചിട്ട് കത്തിക്കലാന്ന്. രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്കൊരു തണുപ്പുന്നൊരു ഇതായിരിക്കും, അതുകൊണ്ട് അങ്ങനെ കത്തിക്കലാന്ന്. പിന്നെ ഇവിടുത്തെ ചെടികളെല്ലാം അത് അങ്ങനെ. പിന്നെ കുറേ പറമ്പലുണ്ട് ഇവിടെ, അതുകൊണ്ട് അതൊക്കെ പിന്നെ ക്ലീനൊന്നും ആക്കാൻ തന്നിട്ടില്ല. പിന്നെ മോനുണ്ട് ഇങ്ങനെ കരയുന്ന രാവിലെ തന്നെ. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് നേരെ മൾബറിൻ്റെ അടുത്തേക്ക് പോയതാണ്. മൾബറി ഉണ്ട് ഇവിടെ, നല്ല ടേസ്റ്റാണത്. അപ്പോൾ മൾബറിയൊക്കെ കഴിച്ചിട്ട് അവൻ്റെ മൂഡ് ശരിയായി. അങ്ങനെ ചായയൊക്കെ കൊടുത്തു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അത് നമ്മൾ നാസ്തയൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ച് ചാമ്പൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, അതും കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് അവിടെ നിന്നാണ് ലഞ്ച് കഴിക്കുക. അപ്പോൾ ലഞ്ചിന് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിന്, പിന്നെ പരിപ്പും കായും ഇട്ടിട്ട് അങ്ങനെ കാമ്പ് വറവ്, അച്ചാറ്. ഇതാണ് പരിപ്പും കായും ഇട്ടിട്ടുള്ള കറി. പിന്നെ ഉണ്ടാക്കിയത് ചോറും ഗീ റൈസും അതൊക്കെയാണുള്ളത്. പിന്നെ അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് വത്തക്കയും വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ദഹാബി മന്തി റെസ്റ്റോറൻ്റ് ഉണ്ട്, അതായത് കാഞ്ഞിരോടാണ്. അവർ ആദ്യം മട്ടന്നൂരേനും ഇപ്പോൾ ഇവിടത്തേക്ക് മാറ്റിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് മന്തിയും പിന്നെ ചിക്കൻ മന്തിയും ഉണ്ടായിന് ഓർഡർ ചെയ്തത്. അപ്പോൾ ടേസ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു മസ്ജിദ് കണ്ടു. എന്താ രസമെന്നറിയാം. അപ്പോൾ അങ്ങനെ അതും കൂടി വീഡിയോ എടുത്തതാണ്. നമ്മളെ ഏരിയയിലൊന്നും ഇത്ര നല്ല പള്ളി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് കളിക്കുന്നതാണ്. 12 മണി അങ്ങനെ അതിനെത്തുമ്പോൾ, പക്ഷേ ഇവരെ കളിയൊന്നും നിർത്തൂല. അപ്പോൾ ഞാൻ ഉറങ്ങിക്കോന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.